ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടു. വിജിലൻസ് റിപ്പോർട്ട് പ്രകാരം സ്വർണ്ണപ്പാളിയിൽ നിന്ന് സ്വർണ്ണമുരുക്കി ചിലരുടെ കൈവശം എത്തിച്ചതായി കണ്ടെത്തി ഗൂഢാലോചന നടന്നതിന്റെ തെളിവും ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണ സംഘം 6 ആഴ്ചയ്ക്കുള്ളിൽ സമഗ്രമായ അന്വേഷണം പൂർത്തിയാക്കണമെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. റിപ്പോർട്ടുകൾ മറ്റാർക്കും കൈമാറരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ നടപടി സംശയാസ്പദമെന്നും കേസിലെ മുഴുവൻ വിവരങ്ങളും ശ്രദ്ധാപൂർവം പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചു. 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം വെനസ്വേലയിലെ ജനാധിപത്യ പ്രവർത്തക മരിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ്, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയ്ക്കായി വർഷങ്ങളായി പോരാടിയ പ്രതിപക്ഷ നേതാവായ മച്ചാഡോയെ പുരസ്കാര സമിതി അംഗീകരിച്ചു. നിക്കോളാസ് മഡുറോ വിജയിച്ച തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുകൾ ഉണ്ടായെന്ന അവകാശത്തിൽ പ്രതിഷേധിച്ച സമയത്ത് മച്ചാഡോ മുന്നണിയിൽ നിന്നിരുന്നു. എന്നാൽ സുപ്രീം കോടതി 15 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത മത്സരത്തിന് വിലക്കിടുകയും ചെയ്തിരുന്നു. 20 വർഷത്തിലധികം സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യം സംരക്ഷിക്കാനും വേണ്ടി പോരാടിയ വ്യക്തിയായ മച്ചാഡോയ്ക്ക് സമാധാന നോബൽ നൽകിയത് ജനാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടത്തിന് അംഗീകാരമായി വിലയിരുത്തപ്പെടുന്നു. നിർണായക സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യോഗം നിർത്തിവെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി പ്രകാരമുള്ള വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനുമുള്ള കരാറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു സംഭവം. കൈവരിച്ച പുരോഗതിക്ക് അഭിനന്ദനം അറിയിക്കാനാണ് മോദി നെതന്യാഹുവിനെ വിളിച്ചതെന്നും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിനായുള്ള കരാറിനെ അദ്ദേഹം സ്വാഗതം ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു. ലോകമെമ്പാടുമുള്ള തീവ്രവാദം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് മോദി എക്സിൽ പോസ്റ്റ് ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് ആശ്വാസമായി ഇന്ത്യ കാബൂളിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ മിഷനെ പൂർണ്ണമായ എംബസിയായി ഉയർത്താൻ തീരുമാനിച്ചു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ നടന്ന ചർച്ചയിലാണ് തീരുമാനം. 2021 താലിബാൻ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങൾ തമ്മിൽ ഇത്തരമൊരു ധാരണ രൂപപ്പെടുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കും. ഖനന പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും കരാറായി. 2022 ഇന്ത്യ കാബൂളിൽ ടെക്നിക്കൽ മിഷൻ സ്ഥാപിച്ചത്. ഇപ്പോൾ അതിനെ എംബസി പദവിയിലേക്ക് ഉയർത്തുന്നത് താലിബാന്റെ അന്താരാഷ്ട്ര അംഗീകാര ശ്രമങ്ങൾക്ക് പിന്തുണയാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. രാജ്യത്തെ ആദ്യ ധാന്യ ATM അന്നപൂർത്തി ഉടൻ പ്രാബല്യത്തിൽ. 5G സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുന്ന ഈ യന്ത്രത്തിന് വെറും 30 സെക്കൻഡിനുള്ളിൽ 25 മുതൽ 30 കിലോ വരെ ധാന്യം വിതരണം ചെയ്യാൻ കഴിയും. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ 24 മണിക്കൂറും റേഷൻ ലഭ്യമാക്കാൻ ഇതിന് കഴിയും. പൊതുവിതരണ സംവിധാനം കൂടുതൽ സുതാര്യവും സൗകര്യപ്രദവുമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.